നിവിൻ പോളിയെ നായകനാക്കി സിദ്ധാർത്ഥ് ശിവ ഒരുക്കുന്ന സഖാവ് തിയേറ്ററുകളിലെത്തി. ജേക്കബിന്റെ സ്വർഗരാജ്യം കഴിഞ്ഞ് ഒരു വർഷത്തിനു ശേഷമാണ് നിവിൻ നായകനാകുന്ന ഒരു ചിത്രം തിയേറ്ററുകളിലെത്തുന്നത്. ചിത്രത്തിന്റെ രചന നിർവഹിക്കുന്നതും സിദ്ധാർത്ഥ് ശിവ തന്നെ. കൊച്ചാവു പൗലോ അയ്യപ്പ കോയിലയ്ക്ക് ശേഷം സിദ്ധാർത്ഥ് ഒരുക്കുന്ന ചിത്രമാണിത്. കമ്മ്യൂണിസ്റ്റ് പശ്ചാത്തലത്തിലാണ് ചിത്രം കഥ പറയുന്നത്. ചിത്രത്തിന്റെ ട്രെയിലറിനും ഗാനങ്ങൾക്കും വൻ സ്വീകാര്യതയാണ് ലഭിച്ചത്. വിപ്ലവ ഗാനത്തോടെയാണ് ചിത്രത്തിന് തുടക്കമാവുന്നത്. കൃഷ്ണപിള്ളയും VS-ഉം കോടിയേരിയും എല്ലാം ഉണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെക്കുറിച്ചുള്ള കഴിഞ്ഞകാല വാർത്തകളിലൂടെയാണ് ചിത്രം കടന്നുപോകുന്നത്. നിവിൻ പോളിയുടെ കോമഡിയിലൂടെയാണ് സിനിമ മുന്നോട്ട് പോകുന്നത്. ജനങ്ങളെ പറ്റിച്ച് എങ്ങനെ നേതാവാകാമെന്ന് അൽത്താഫിന് സ്റ്റഡി ക്ലാസ്സിൽ പറഞ്ഞു കൊടുത്തുകൊണ്ടാണ് സിനിമ തുടങ്ങുന്നത്. ഗായത്രി സുരേഷ്, അപർണ ഗോപിനാഥ്, ഐശ്വര്യ രാജേഷ് എന്നിവർ സിനിമയിലുണ്ട്. സഖാവ് കൃഷ്ണൻ എന്ന പഴയകാല രാഷ്ട്രീയ പ്രവർത്തകന്റെ കഥയിലേക്കുള്ള യാത്രയാണ് സിനിമയുടെ തുടക്കം. കോട്ടയം ജില്ലാ കമ്മിറ്റിയിലെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാൻ സഖാവ് കൃഷ്ണനെ അയക്കുന്നത്. സിനിമ ആദ്യ പകുതിയിലെത്തുമ്പോൾ ഒരു സഖാവ് മറ്റൊരു സഖാവിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുകയും തിരിച്ചറിവിന്റെ വക്കിൽ എത്തി നിൽക്കുകയും ചെയ്യുന്നു. ഇരട്ടവേഷത്തിലെത്തുന്ന നിവിൻ പോളി ഒന്നിൽ കോമാളിയും മറ്റൊന്നിൽ നേതാവുമാണ്. അടിയും ഇടിയും വിപ്ലവവുമെല്ലാമായി ഒന്നാം പകുതി. പീരുമേട്ടിലെ കർഷക പ്രസ്ഥാനവും പാർട്ടി പ്രവർത്തനങ്ങളുമെല്ലാമാണ് രണ്ടാം പകുതിയിൽ. പഴയകാലത്തിൽ നിന്നും മാറി സിനിമ അവസാനിക്കാറാകുമ്പോൾ സഖാവ് കൃഷ്ണന്റെ ഇപ്പോഴത്തെ ജീവിതമാണ് കാണിക്കുന്നത്. സമകാലികമായ ഒരു സംഭവമാണ് സിനിമ സംസാരിക്കുന്നത്. നല്ലൊരു സന്ദേശത്തോടെയാണ് സിനിമ അവസാനിക്കുന്നത്. ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ എങ്ങനെയാവണമെന്ന് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരൻ പറയുന്നതാണ് ചിത്രത്തിൽ. പുതിയ തലമുറയ്ക്ക് പ്രചോദനമാവുന്ന കഥാപാത്രം. ഒരു സിനിമ എന്ന നിലയിൽ ആസ്വാദികരമാണ് സഖാവ്. സിൻകോൺട്ര നൽകുന്നു 5/3 റേറ്റിംഗ്. കൂടുതൽ സിനിമ റിവ്യൂസിനും സിനിമാ വാർത്തകളും അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ലൈക്ക്, ഷെയർ, കമന്റ്. എല്ലാവർക്കും നന്ദി.